വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 ആണ്. അതിൽ ഹെമറ്റോളജി എന്നുള്ള പാർട്ടാണ്. ഇതിൻ്റെ മുമ്പ് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം മെത്തേഡ്സ് ഓഫ് ബ്ലഡ് കളക്ഷനും കാപ്പിലറി പങ്ക്ചറും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെടുക്കാതെ ഹെമറ്റോളജിയിലേക്ക് പോകുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഹെമറ്റോളജി പാർട്ടിൽ നമുക്ക് ബ്ലഡിൻ്റെ പ്രോപ്പർട്ടീസും ബ്ലഡിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബ്ലഡ് കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് വല്ലതും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ബേസിക് മുതൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇത് പിന്നെ നമ്മുടെ ബയോളജിയിൽ സുവോളജിയിലെ നമ്മുടെ ഒരു ചാപ്റ്റർ ബ്ലഡ് സർക്കുലേഷൻ്റെ ചാപ്റ്ററിൻ്റെ ഒരുപാട് പോർഷൻസും കൂടി ഇതിൽ തന്നെ കവർ ചെയ്യും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ വീണ്ടും ആ ഒരു ചാപ്റ്ററും കൂടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് പ്രോപ്പർട്ടീസ് ഓഫ് ബ്ലഡും ഫങ്ഷൻസ് ഓഫ് ബ്ലഡും കോമ്പോസിഷൻ ഓഫ് ബ്ലഡും ആണ്. ഞാൻ ഇന്ന് കുറച്ച് സ്പീഡിൽ പോവേ, കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇത് സ്പീഡിൽ പോകുമ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നമ്മുടെ നോർമലിന് കുറച്ച് സ്പീഡ് കുറച്ച് വെക്കുക. 0.75 എങ്ങാനും വെക്കുക. കാരണം നമുക്ക് ഈ ഒരു ടോപ്പിക്കുകൾ നമുക്ക് അത്ര ദിവസമേ ഉള്ളൂ, അപ്പോഴേക്ക് തന്നെ മുഴുവൻ തീർക്കണം. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ നമ്മൾ വേഗം നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇതിൽ തന്നെ കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ഇത് കംപ്ലീറ്റ് ആവില്ല. എന്നാൽ തന്നെ ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഹെമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ്. സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് ഹെമറ്റോളജി. അതുപോലെ ബ്ലഡിന്റെ ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാം. ബ്ലഡ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ ഇൻ ഫ്ലൂയിഡ് ഫോം. ഫ്ലൂയിഡ് ഫോമിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലഡ് അറിയപ്പെടുന്ന കുറച്ച് പേരുകളാണ് ഫ്ലൂയിഡ് ഓഫ് ലൈഫ്. എന്തുകൊണ്ടാണ് ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്ന് ബ്ലഡ് അറിയപ്പെടുന്നത്? ഒന്ന്, ബ്ലഡ് ഓക്സിജൻ ലങ്സിൽ നിന്ന് ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും ക്യാരി ചെയ്യുന്നു. അതുപോലെ ബോഡിയുടെ എല്ലാ പാർട്ടിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലേക്കും പാസ് ചെയ്യുന്നത് ആരാണ്? ബ്ലഡ് തന്നെയാണ്. അതുകൊണ്ടാണ് ബ്ലഡിനെ ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പേരാണ് ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത്. ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂട്രിറ്റീവ് സബ്സ്റ്റൻസ്, അതുപോലെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഒക്കെ നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും എല്ലാ ടിഷ്യൂവിലേക്കും ഒക്കെ എത്തിക്കുന്നത് ബ്ലഡാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത് എന്നും പറയുന്നു. അതുപോലെ ബ്ലഡിനെ പറയുന്നതാണ് ഫ്ലൂയിഡ് ഓഫ് ഹെൽത്ത്. ഫ്ലൂയിഡ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നതിന് കാരണം ബോഡീനെ മറ്റ് ഡിസീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ബ്ലഡിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് ഓഫ് ഹെൽത്ത് എന്നും ബ്ലഡ് അറിയപ്പെടുന്നു. ഇറ്റ് കൺസിഡേർഡ് ആസ് ദ ഫ്ലൂയിഡ് ഓഫ് life because it carries oxygen from lungs to all part of the body and carbon dioxide from all part of the body to the lungs. It is known as fluid of growth because it carries nutritive substance from the digestive system and hormones from endocrine gland to all the tissues. The blood is also called fluid of health because it protects the body against the disease. പ്രോപ്പർട്ടീസ് ഓഫ് ബ്ലഡ് ആണ്. ബ്ലഡിന്റെ പ്രോപ്പർട്ടീസ് അത് നമുക്ക് ആദ്യമേ അറിയാം. നമ്മൾ ബ്ലഡിന്റെ കളർ എന്ന് വെച്ചാൽ റെഡ് ആണ്, ഒരു സംശയമില്ലാതെ നമ്മൾ പറയുന്നതാണ്. പക്ഷേ നമ്മളത് കോമൺ PSCക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ MLTA ആകുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ബ്ലഡിന് ശരിക്കും 2 കളറുണ്ട്. ആർട്ടീരിയൽ ബ്ലഡിന് സ്കാർലെറ്റ് റെഡും പിന്നെ വീനസ് ബ്ലഡിന് പർപ്പിൾ റെഡും ആണ്. എന്തുകൊണ്ടാണ് ആർട്ടീരിയൽ ബ്ലഡിന് സ്കാർലെറ്റ് റെഡ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണ്. വീനസ് ബ്ലഡിന് പർപ്പിൾ റെഡ് ആവുന്നത് അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അങ്ങനെ ബ്ലഡിന് 2 തരത്തിലുള്ള കളറുണ്ട്. 2 ടൈപ്പ്, 2 കളറ് ഓരോ ഭാഗത്തുള്ളതിനുള്ള കളറാണ് കേട്ടോ പറയുന്നത്. രണ്ടാമത് വോള്യമാണ്. വോള്യം എന്ന് പറയുന്നത് ഒരു സാധാരണ അഡൽട്ട് ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്നത് 5 ലിറ്റർ ആണ്. ബ്ലഡ് വോളിയം 5 ലിറ്റർ ആണ്. എന്നാൽ അതൊരു സ്ത്രീയിലാണെങ്കിൽ അത് കുറച്ചും കൂടെ കുറയും, 4.5 ലിറ്റർ ആണ്. ഓക്കെ, ഇനി
ന്യൂ ബോൺ ബേബിയിലാണെങ്കിൽ അത് വെറും 450 ml മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ 450 ml ഓരോ വളർച്ചാ ഘട്ടങ്ങളിൽ എത്തുമ്പോഴും ഇൻക്രീസ് ആയിട്ട് അത് പ്യൂബർട്ടിയിൽ എത്തുന്ന സമയത്ത് 5 ലിറ്റർ എന്നുള്ള കണക്കിലേക്ക് എത്തുന്നുണ്ട്. വോളിയം 5 ലിറ്റർ ആവും. ഇനി ഇത് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു 70 കിലോ വെയിറ്റ് ഉള്ള ഒരു പിന്നെ യങ് മാനിൻ്റെ ശരീരത്തിൽ 8% അയാളുടെ 70 കിലോയിൻ്റെ 8% ബോഡി വെയ്റ്റും ബ്ലഡ് ആണ്. ഓക്കെ, ഇത് പറയാം. കളർ, blood is red in color. Arterial blood is scarlet red because it contains more oxygen, and venous blood is purple red because of more carbon dioxide. വോളിയം എന്ന് പറയുന്നത് ആവറേജ് വോളിയം ഓഫ് ബ്ലഡ് ഇൻ എ നോർമൽ അഡൽട്ട് ഈസ് 5 ലിറ്റർ. ഇൻ എ ന്യൂ ബോൺ ബേബി ദ വോളിയം ഈസ് 450 ml. It increases during growth and reaches 5 liter at the time of puberty. In females, it is slightly less and is about 4.5 liter. It is about 8% of the body weight in a normal young healthy adult weighing about 70 kilogram. അതിൻ്റെ റിയാക്ഷൻ ആൻഡ് പി എച്ച് ആണ്. ബ്ലഡിൻ്റെ റിയാക്ഷൻ നമുക്ക് ആദ്യം അറിയാം. ബ്ലഡ് ഈസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ. എന്തുകൊണ്ടാണ്? അതിൻ്റെ പി എച്ച് 7ൻ്റെ മേലേക്കാണ്. അപ്പോൾ അതിൻ്റെ പി എച്ച് എത്രയാണ്? 7.4 ആണ്. ബ്ലഡ് ഈസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആൻഡ് ഈസ് പി എച്ച് ഇൻ നോർമൽ കണ്ടീഷൻ ഈസ് 7.4 ആണ്. ഇനി അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ടോട്ടൽ ബ്ലഡ് ഈസ് 1.05 to 1.061 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ടോട്ടൽ ബ്ലഡ് ആണ് എത്ര? 1.052 മുതൽ 1.061 വരെ. എന്നാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്ലഡ് സെൽ ഒരു ചെറിയൊരു സെല്ലായിട്ട് കണക്ട് ആക്കി അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ 1.092 മുതൽ 1.101 വരെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്ലഡ് സെല്ലാണ്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പ്ലാസ്മ എന്ന് പറയുന്നത് 1.022 മുതൽ 1.026 വരെയാണ്. ഇതിൽ ഈ 3 സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ടോട്ടൽ ബ്ലഡ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 1.05 to 1.061. ഇതൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല. മറ്റു രണ്ടും ഒഴിവാക്കണം എന്നല്ല, എന്നാലും ഓർമ്മയിൽ ഇത് ടോട്ടൽ ബ്ലഡ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം, മറ്റു രണ്ടും പഠിച്ചില്ലെങ്കിലും. ഇനി അടുത്തത് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം അല്ലേ? ടെൻഡൻസി ടു ഫ്ലോ ആണ് കേട്ടോ. പിന്നെ ഒഴുകാനുള്ള ഇത്, പിന്നെ എന്താ, ഒഴുകാനുള്ള ടെൻഡൻസി തന്നെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്, ഒഴുകാനുള്ള കഴിവ്. അപ്പോൾ ഈ രക്തത്തിൻ്റെ കേസിൽ ഇത് വാട്ടറിനേക്കാളും 5 മടങ്ങ് എന്താണ്, വിസ്കസ് ആണ് കേട്ടോ. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ബ്ലഡ് സെല്ലും പ്ലാസ്മ പ്രോട്ടീനും ബ്ലഡിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് എന്ന് പറയുന്നത് വെള്ളത്തിനേക്കാളും 5 മടങ്ങ് വിസ്കസ് ആണ്. ബ്ലഡ് ഈസ് 5 times more viscous than water. It is mainly due to red blood cells and plasma proteins. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ആണ്. ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ഒരുപാടുണ്ട് അല്ലേ? ബ്ലഡ് ഇല്ലാതെ നമുക്ക് ഒന്നിനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് നമുക്ക് ആദ്യം പഠിക്കാം. ഒന്ന്, ന്യൂട്രിറ്റീവ് ഫങ്ഷൻ. ന്യൂട്രിറ്റീവ് ഫങ്ഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഡൈജസ്റ്റ് ഫുഡിൽ നിന്ന് എന്തുണ്ട് കിട്ടും? ഡൈജസ്റ്റ് ഫുഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂട്രിറ്റീവ് സബ്സ്റ്റൻസ് ആണ് ഇതുപോലെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ലിപ്പിഡ്സ് ആൻഡ് വിറ്റാമിൻസ്. ഇതൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് ഫുഡിൽ നിന്ന് കിട്ടും. അത് പക്ഷെ എവിടെയാണ് ഉള്ളത്? ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്കിലാണ് ഉള്ളത് അല്ലേ? അപ്പം അതിനെ ക്യാരി ചെയ്ത് ബോഡീൻ്റെ എല്ലാ പാർട്ടിലേക്കും എത്തിച്ച് നമ്മുടെ ബോഡിയുടെ ഗ്രോത്തും പിന്നെ പ്രൊഡക്ഷൻ ഓഫ് എനർജിയും ഒക്കെ നടത്തുന്നത് ബ്ലഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ന്യൂട്രിറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിറ്റീവ് സബ്സ്റ്റൻസ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ലിപ്പിഡ്സ് ആൻഡ് വൈറ്റമിൻസ് ഡിറൈവ്ഡ് ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ് are absorbed from gastrointestinal tract and carried by blood to different parts of the body for growth and production of energy. Transport of hormone and enzymes. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫ് ഹോർമോൺ നമുക്കൊരു വ്യത്യാസം തോന്നുന്നുണ്ട് അല്ലേ? കാരണം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് 2 തരത്തിലുള്ള
രണ്ട് തരത്തിലുള്ള സ്ഥലത്താണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡക്റ്റ് ഗ്ലാൻഡും ഉണ്ട്, അല്ലാതെ ഡക്ട്ലെസ് ഗ്ലാൻഡും ഉണ്ട്. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രാൻസ്പോർട്ട് ഓഫ് ഹോർമോണ് ഇതിൽ ഡക്ട്ലെസ് ഗ്ലാൻഡ്സിൽ മാത്രമേ ബ്ലഡ് പ്രവർത്തിക്കുന്നുള്ളൂ. കാരണം ഡക്റ്റിലുള്ള ഇതിനെ പറയുന്നതാണ് എക്സോക്രൈൻ ഗ്ലാൻഡ്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താ പറയുക, അതിൻ്റെ ഡക്റ്റിലൂടെ മാത്രമേ അതിൻ്റെ ഹോർമോണിനെ സെക്രേറ്റ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ. എന്നാൽ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അത് ഹോർമോണിനെ സെക്രേറ്റ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നത് ബ്ലഡിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫ് ഹോർമോൺ ആൻഡ് എൻസൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡക്ട്ലെസ് ഗ്ലാൻഡ് ആണെന്ന് പറയാൻ കാരണം. Hormones which are secreted by ductless glands are released directly into the blood. Regulation of water balance. Water content of the body is freely interchangeable with the interstitial fluid. This helps in the regulation of water content of the body. എങ്ങനെയാണ് വാട്ടർ കണ്ടന്റിന് റെഗുലേഷനിൽ പിന്നെ ബ്ലഡ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലഡിലുള്ള വാട്ടർ കണ്ടന്റിനെ പിന്നെ ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡുമായിട്ട് ഫ്രീ ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ റെഗുലേഷൻ ഓഫ് വാട്ടർ ബാലൻസ് ബ്ലഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി നെക്സ്റ്റ് വൺ റെഗുലേഷൻ ഓഫ് ആസിഡ് ബേസ് ബാലൻസ് ആണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മ പ്രോട്ടീനും ഹീമോഗ്ലോബിനും ഒക്കെ ബഫറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ബഫറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസിഡിൻ്റെ കൂടെയുള്ള ഒരു ബാലൻസിങ്ങാണ് വേണ്ടതെങ്കിൽ അത് ബേസ് ആയിട്ടും, ബേസിൻ്റെ കൂടെ ആണെങ്കിൽ അത് ആൽക്കലി ആയിട്ടും ആസിഡായിട്ടും അതെന്ത് ചെയ്യും, പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളാണ് ആരൊക്കെ? പ്ലാസ്മ പ്രോട്ടീനും ഹീമോഗ്ലോബിനും. അതുകൊണ്ട് തന്നെ ഇത് ആസിഡ് ബേസ് ബാലൻസിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ബ്ലഡ്. പ്ലാസ്മ പ്രോട്ടീൻസ് ആൻഡ് ഹീമോഗ്ലോബിൻ ആക്ട് ആസ് ബഫേഴ്സ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ റെഗുലേഷൻ ഓഫ് ആസിഡ് ബേസ് ബാലൻസ്. റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ആണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ ഇതായിട്ടുള്ള ചെറിയ തണുപ്പായിരിക്കും ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ വല്ലാതെ തണുത്ത് വിറയ്ക്കും. ചിലപ്പം ചെറിയ ചൂടായിരിക്കും, നമുക്ക് ഭയങ്കര ചൂടായിട്ടാണ് നമ്മൾ ഹെവി പിന്നെ 5-ലൊക്കെ പിന്നെ ഫാന് ഇടുക, പിന്നെ അല്ലെങ്കിൽ AC ഓൺ ചെയ്യുക. ചെറിയ ചൂടിന് പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഈ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഊട്ടിയിൽ പോയി, പക്ഷെ ചെറിയ തണുപ്പാണെങ്കിലും അവർ തണുത്ത് വിറക്കുന്ന കാണാം. അതുപോലെ തന്നെയാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ കൗണ്ട് കുറവായതുകൊണ്ടാണ്. റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ അതുകൊണ്ട് തന്നെ എന്താണ് സാധിക്കാതെ വരും. അപ്പം ഇതാണ് പറയുന്നത് ദ ഹൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഹൈ ആയതുകൊണ്ട് ഇത് മെയിൻറ്റെയിനിങ് ദ തെർമോ റെഗുലേറ്ററി മെക്കാനിസം ഇൻ ദ ബോഡി. ഓക്കെ. ദെൻ അടുത്തതാണ് സ്റ്റോറേജ് ഫങ്ഷൻ. അപ്പോൾ സ്റ്റോറേജ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ സ്റ്റാവ് ചെയ്യാം, പിന്നെ ഫ്ലൂയിഡ് ലോസ് ഉണ്ടാവാം, ലോസ് ഉണ്ടാവാം, ഇലക്ട്രോലൈറ്റ് ലോസ് ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ബ്ലഡ് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ കുറച്ച് സബ്സ്റ്റൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? പ്രോട്ടീന്, ഗ്ലൂക്കോസ്, സോഡിയം, പൊട്ടാസ്യം, അങ്ങനെയുള്ള കുറച്ച് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്ലഡിൻ്റെ ടിഷ്യൂസിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റാവേഷൻ്റെയും ഫ്ലൂയിഡ് ലോസിൻ്റെയും ഇലക്ട്രോലൈറ്റ് ലോസിൻ്റെ ഒക്കെ അവസരത്തിൽ ബ്ലഡ് എന്ത് ചെയ്യും? ഇതിനെ റിലീസ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റോറേജ് ഇതായിട്ട് പ്രവർത്തിക്കും. ഓക്കെ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മുടെ ടിഷ്യൂസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആൻഡ് സം ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻസസ് ലൈക്ക് protein, glucose, sodium and potassium are constantly required by the tissues. These substances are taken from blood during the condition like starvation, fluid loss, electrolyte loss. ഇനി അടുത്തത് ഡിഫെൻസീവ് ഫങ്ഷൻ ആണ്. ഡിഫെൻസീവ് ഫങ്ഷനിൽ ബ്ലഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ +2-ൽ സർക്കുലേഷനിൽ പഠിച്ചതാണ് WBCൻ്റെ പിന്നെ കാറ്റഗറൈസ്. WBCയിലുള്ള ന്യൂട്രോഫിലും മോണോസൈറ്റും എന്ത് ചെയ്യും? ബാക്ടീരിയകളെ
വിഴുങ്ങി നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ പേരാണ് ഫാഗോസൈറ്റോസിസ്. ഇതില് ബാക്ടീരിയനെ വിഴുങ്ങി നശിപ്പിക്കും. അതുപോലെ ലിംഫോസൈറ്റെയും എന്ത് ചെയ്യും, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. പിന്നെ ഈസിനോഫില്ലാണ് ഡീടോക്സിഫിക്കേഷനും ഡിസിൻറ്റഗ്രേഷനും അതുപോലെ ഫോറിൻ പ്രോട്ടീൻസിനെയൊക്കെ റിമൂവ് ചെയ്യലൊക്കെ ഈസിനോഫിലും ചെയ്യും. ഇങ്ങനെ WBC ആണ് ശരിക്കും ഡിഫെൻസീവ് ഫങ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഒരു കാര്യം ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഈ WBCന്റെ കാര്യമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പം നമുക്കൊന്ന് നന്നായിട്ട് വിശദമായിട്ട് ആ സമയത്ത് പഠിക്കാം. ഓക്കെ. So blood plays an important role in the defense of the body. The white blood cells are responsible for this function. Neutrophils and monocytes engulf the bacteria by phagocytosis. Lymphocytes are involved in development of immunity. Eosinophils are responsible for detoxification, disintegration, and removal of foreign proteins. കോമ്പോസിഷൻ ഓഫ് ബ്ലഡ്. ഇതൊരു വലിയ ടോപ്പിക്കാണ്. നമുക്ക് ഇതിൻ്റെ ടോപ്പിക്ക് കോമ്പോസിഷൻ ഓഫ് ബ്ലഡിന് കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ അതിൻ്റെ ബാക്കിയും ഉണ്ടാവും. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്ലഡിന് ശരിക്കും രണ്ട് പാർട്ടുണ്ട്. എന്താ, ഒന്ന് എലമെന്റ്സ് ആണ്, എലമെന്റ് ഉണ്ട്. അതും രണ്ടാമത്തെ പാർട്ടാണ് ലിക്വിഡ് പോർഷൻ ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മയും എലമെന്റ്സും കൂടി ചേർന്നതാണ് ബ്ലഡ്. ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇനി ഫോംഡ് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ എലമെന്റ്സ് ഇനി പറയുന്നതാണ് ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുക. അതിന്റെ ഇതാണ് സെല്ലുലാർ കണ്ടന്റ് ഓഫ് ബ്ലഡ്. സെല്ലുലാർ കണ്ടന്റ് ഓഫ് ബ്ലഡ് എന്നാണ് ഫോംഡ് എലമെന്റ് പറയുക. അപ്പോൾ ഈ ഏതൊക്കെയാ അത്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, ഇത് മൂന്നാണ് ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. RBC എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ്. ഇതിന്റെ സയന്റിഫിക് നെയിമാണ് എറിത്രോസൈറ്റ്സ്. രണ്ടാമത്തത് വൈറ്റ് ബ്ലഡ് സെൽസ്. അതിന്റെ സയന്റിഫിക് നെയിമാണ് ല്യൂക്കോസൈറ്റ്സ്. മൂന്നാമത്തതാണ് പ്ലേറ്റ്ലെറ്റ്സ് ഓർ ത്രോംബോസൈറ്റ്സ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അത് ഇതിൽ നമ്മൾ പറഞ്ഞു രണ്ട് പാർട്ടുണ്ട്, പ്ലാസ്മയും ഫോംഡ് എലമെന്റ്സും. പ്ലാസ്മയെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്നത് അത് ഒരു പെയിൽ യെല്ലോ കളറാണ്. ഇത് ഒരു അപ്രോക്സിമേറ്റ് ഒരു അഡൽട്ടിൽ 2.5 മുതൽ 3 ലിറ്റർ വരെ വോളിയം വരും. ഇത് പ്ലാസ്മ എന്ന് പറയുന്നത് ബ്ലഡ് വോളിയത്തിന്റെ 55% പ്ലാസ്മയാണ്. ഈ 55%ത്തിൽ 91 മുതൽ 92% പ്ലാസ്മയിൽ വെള്ളമാണുള്ളത്, വാട്ടർ ആണുള്ളത്. അതിന്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് 8 മുതൽ 9% എന്ന് പറയുന്നത് സോളിഡ് ആണ്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യനില് 70 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന്റെ 8% ബ്ലഡ്. ആ 8% ബ്ലഡില് അതിന്റെ 55% ഭാഗവും പ്ലാസ്മയാണ്. ഈ 55% വരുന്ന പ്ലാസ്മയിൽ 91 മുതൽ 92% വരെ വാട്ടർ ആണ്. ബാക്കി വരുന്ന 8 മുതൽ 9% സോളിഡ് ആയിട്ട് വരുന്നത്. ഇനി ഈ സോളിഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓർഗാനിക്കിന്റെയും ഇനോർഗാനിക്കും സബ്സ്റ്റൻസും ആണ് സോളിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയാം ഒന്നുകൂടെ. ബ്ലഡ് പ്ലാസ്മ ഈസ് എ pale yellow colored fluid and its total volume in an adult is approximately 2.5 to 3 liter. Plasma constitutes approximately 55% of blood's volume. It contains 91% to 92% of water and 8% to 9% of solids. The solids are the organic and the inorganic substances. The constituents of plasma are 1. Water, second one plasma protein, third water 91 to 92% ഉണ്ട് കേട്ടോ. Plasma protein make up about 7% of plasma. ഇനി next പറഞ്ഞല്ലോ പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് 7% ഒക്കെ പ്ലാസ്മ പ്രോട്ടീൻസ് ഉള്ളൂ. അപ്പൊ ഈ 7%ലുള്ള പ്ലാസ്മ പ്രോട്ടീനിലെ
മൂന്ന് കാര്യങ്ങളാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ നമുക്ക് നിങ്ങൾക്കറിയാം ക്ലോട്ടിംഗ് ഫാക്ടർ എന്ന് പറയാം. അപ്പൊ ഈ ആൽബുമിൻ എന്ന് പറയുന്നത് ഈ 7%-ൽ 60%-ഉം ഉള്ള പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ. ഇത് നമുക്കറിയാം എന്താ ആൽബുമിന്റെ പിന്നെ ഫങ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് പറയും എന്താ ആൽബുമിൻ എന്നാണ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പക്ഷെ MLT-ക്കാർ എന്ത് പറയണം, ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് പറയാം കേട്ടോ. ഓസ്മോട്ടിക് പ്രഷറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ആൽബുമിന്റെ മെയിൻ ഫങ്ഷൻ. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യും, കുറച്ച് ഇതൊരു കരിയർ മോളിക്യൂളായിട്ട് പ്രവർത്തിക്കും. എന്തിൻ്റെയൊക്കെ, ഫാറ്റി ആസിഡിൻ്റെയും പിന്നെ ചില മരുന്നുകളുടെയും സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ സം ഡ്രഗ്സിൻ്റെ ഒക്കെ സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ ഒക്കെ കരിയർ മോളിക്യൂളായിട്ടും കൂടെ ആൽബുമിൻ പ്രവർത്തിക്കും. അടുത്തത് പറയുന്നത് ഗ്ലോബുലിൻ ആണ്. ഇത് ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ഒന്ന് ശരിയാക്കണം. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ, ആൻറ്റിബോഡി ആയിട്ടാണ്. ആൻറ്റിബോഡി ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ചില ഹോർമോണിൻ്റെ ആൻറ്റിബോഡി ആയിട്ട് ആൻറ്റിബോഡി ട്രാൻസ്പോർട്ടേഷന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ആണ് അതിൻ്റെ തൈറോഗ്ലോബുലിൻ ക്യാരീസ് ദ ഹോർമോൺ തൈറോക്സിൻ. തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ക്യാരി ചെയ്യുന്നതാണ് തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഗ്ലോബുലിൻ. അതുപോലെ തന്നെ ഹോർമോൺ മാത്രമല്ല മിനറലിൻ്റെ ട്രാൻസ്പോർട്ടേഷനും നടത്തുന്നുണ്ട്. പിന്നെ ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ട്. പിന്നെ നമുക്കൊരു ഇതുമില്ല, നമ്മുടെ ആ പേര് തന്നെയുണ്ട് ക്ലോട്ടിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ coagulation of blood ആണ്. Albumins about 60% of total plasma protein. They are responsible for maintaining normal plasma osmotic pressure, also act as carrier molecules for free fatty acid, some drugs and steroid hormones. Globulin, their main functions are as antibodies. Antibodies എന്ന് പറഞ്ഞാൽ immunoglobulins, transportation of some hormones. Example ആണ് thyroglobulin carries the hormone thyroxine and mineral salt. Example ആണ് transferrin carries the mineral iron. Next one, clotting factor. These are responsible for coagulation of blood. ഇനോർഗാനിക് സാൾട്ട് ആണ്. ഇനോർഗാനിക് സാൾട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഇതിൽ ഏതൊക്കെയുണ്ട്, ഓർഗാനിക് സാൾട്ട് ഉണ്ട്, ഇനോർഗാനിക് സാൾട്ട് ഉണ്ട്, നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇനോർഗാനിക് സാൾട്ടിന്റെ ഇലക്ട്രോലൈറ്റ് ആണ് അത് ഉള്ളത്. ഏതൊക്കെ, കാൽഷ്യവും പൊട്ടാസ്യം ഫോസ്ഫറസും ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ കൺട്രാക്ഷനും ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസിനുമാണ് ഇനോർഗാനിക് സാൾട്ട് സഹായിക്കുന്നത്. പിന്നെ അതിലുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, പ്ലാസ്മയിലുള്ള ന്യൂട്രിയൻസ് ആണ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. അപ്പോൾ ഇനോർഗാനിക് സോൾട്ട് ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് കാൽഷ്യം, സോഡിയം, ഫോസ്ഫറസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ മസിൽ കൺട്രാക്ഷൻ, ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്. ഓക്കെ, ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ദെൻ ഇതിലുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് ലൈക്ക് എങ്ങനെ ഡൈജഷൻ്റെ സമയത്തുള്ള വേസ്റ്റ് പ്രോഡക്റ്റിൻ്റെ യൂറിയ, ക്രിയാറ്റിൻ ആൻഡ് യൂറിക് ആസിഡ് ഇതൊക്കെ ബ്ലഡ് ക്യാരി ചെയ്യുന്നു എക്സ്ക്രീഷന് വേണ്ടിയിട്ട്. കിഡ്നിയിലേക്ക് എക്സ്ക്രീഷന് വേണ്ടിയിട്ട് വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള യൂറിയ, ക്രിയാറ്റിൻ ആൻഡ് യൂറിക് ആസിഡ് ഒക്കെ ക്യാരി ചെയ്തിട്ട് ബ്ലഡ് എന്ത് ചെയ്യുന്നു, എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരിയർ ആണ് എന്ത്, നമ്മുടെ പ്ലാസ്മ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഹോർമോൺസ് ആൻഡ് ഗ്യാസസ്. 7th വൺ, ഒറിജിൻ ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ. ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഒറിജിൻ ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ നമ്മൾ ഓരോന്നിൻ്റെ ഒറിജിൻ പഠിക്കുന്നുണ്ട്, അപ്പോൾ തിരിഞ്ഞു പോകരുത്. ഇൻ എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഭ്രൂണാവസ്ഥയിൽ അല്ലേ, നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് പ്ലാസ്മ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് മീസെൻകൈം സെല്ലിലാണ് പ്ലാസ്മ പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. ഇനി അടുത്തത്, നമ്മൾ അഡൽറ്റ് ആകുമ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസ് ഓഫ് ലിവറിലാണ്. അതുപോലെ തന്നെ അവിടെ ആ ഒരു പാട്ട് നന്നായി ഓർത്തിരിക്കുക. റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസ് ഓഫ് ലിവർ ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും നമുക്ക് ഓർമ്മയിൽ വരിക പ്ലാസ്മ പ്രോട്ടീൻ, സ്പ്ലീനും ബോൺ മാരോയാണ് നമുക്ക് എപ്പോഴും അധികം ഓർമ്മ വരിക, സ്പ്ലീനും ബോൺ മാരോയും. അപ്പോൾ പക്ഷേ നമുക്ക് നന്നായിട്ട് ഓർത്തിരിക്കുക, അഡൽറ്റിൽ
പ്ലാസ്മ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസ് ഓഫ് ലിവറിലാണ്. പിന്നെ ഗാമ ഗ്ലോബുലിൻ സിന്തസൈസ് ചെയ്യുന്നത് ബി ലിംഫോസൈറ്റിലാണ്. ഗാമ ഗ്ലോബുലിൻ സിന്തസൈസ് ചെയ്യുന്നത് ബി ലിംഫോസൈറ്റിലാണ്. അപ്പോൾ നോക്കാം. വേസ്റ്റ് പ്രോഡക്റ്റ് ലൈക്ക് യൂറിയ, ക്രിയാറ്റിൻ ആൻഡ് യൂറിക് ആസിഡ് ദേ ആർ ക്യാരിഡ് ഇൻ ദ ബ്ലഡ് ടു ദ കിഡ്നി ഫോർ എക്സ്ക്രീഷൻ. ആറാമത്തത് ഹോർമോൺസ് ആൻഡ് ഗ്യാസസിനെ കുറിച്ചിട്ടുള്ളതാണ്. ഏഴാമത്തത് origin of plasma protein. In embryonic stage, the plasma proteins are synthesized by the mesenchyme cells. In adult, the plasma proteins are synthesized mainly from reticuloendothelial cells of liver and also from spleen, bone marrow, disintegrating blood cells and general tissue cells. And gamma globulin is synthesized from B lymphocytes. ഇനി പ്ലാസ്മേനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഈ സിറം എന്താ? സിറമോ നമ്മൾ നേരത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെ? അപ്പോൾ സിറം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പ്ലാസ്മ പ്രോട്ടീന് പോലെ തന്നെയുള്ള ഒരു സാധനമാണ് സിറം. ഈ സിറത്തിന് വളരെ കുറഞ്ഞ വ്യത്യാസം മാത്രമേ എന്തുള്ളൂ? പ്ലാസ്മ പ്രോട്ടീനിൽ നിന്നുള്ളൂ. അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ കാര്യങ്ങളെന്ന് നോക്കാം. ഇതിന്റെ കളർ എന്ന് പറയുന്നത് സ്ട്രോ കളേർഡ് ഫ്ലൂയിഡ് ആണ്. സ്ട്രോ കളേർഡ് ഫ്ലൂയിഡ് ആണ് സിറം. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്തതിന് 45 മിനിറ്റിന് ശേഷം ഉണ്ടാകുന്ന സാധനമാണ് സിറം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിൽ കളക്ട് ചെയ്ത് വെക്കുകയാണ്, അത് ക്ലോട്ട് ചെയ്യും. അപ്പൊ ഈ ക്ലോട്ട് ആവുന്നതിനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോട്ടിംഗ് ഫാക്ടർ അഥവാ ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് സാധനം എന്തോ ഫൈബ്രിൻ ആയിട്ട് കൺവേർട്ടഡ് ആവും. അപ്പോൾ ഈ ബ്ലഡ് സെല്ല് എന്ത് ചെയ്യും? ഫൈബ്രിൻ ഫോം ചെയ്യുമ്പോൾ അത് അവിടെ ബ്ലഡ് ക്ലോട്ടിംഗ് സംഭവിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സിറം എന്ന് പറയുന്ന സംഭവം. അതാണ് സിറം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് സിറത്തില് ശരിക്കും അതിന്റെ വോളിയം എന്ന് പറയുന്നത് ശരിക്കും പ്ലാസ്മയുടെ അതേ വോളിയം തന്നെയാണ്. 55% തന്നെയാണ് വോളിയം. പിന്നെ ഒരേ ഒരു ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിറത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈബ്രിനോജൻ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഫൈബ്രിനോജൻ അവിടെ ഉണ്ടാവില്ല. ഫൈബ്രിനോജൻ ഉണ്ടെങ്കിൽ അത് പ്ലാസ്മയാണ്. അതെന്ത് ചെയ്യുന്നു? ഫൈബ്രിനോജൻ ഫൈബ്രിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് സിറം ആവുന്നു. അതാണ് എന്ത്? സിറം എന്ന് പറയുന്നത്. സിറം പ്ലാസ്മയുടെ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. പക്ഷെ ഒരേ ഒരു എക്സെപ്റ്റ് ഫൈബ്രിനോജൻ, ആബ്സെൻസ് ഓഫ് ഫൈബ്രിനോജൻ. ഓക്കെ. Serum is the clear straw-colored fluid that oozes from blood clot after about 45 minutes. When the blood is shed or collected in a container, it clots. In this process, the fibrinogen is converted into fibrin and the blood cells are trapped in this fibrin, forming the blood clot. Volume of the serum is almost the same as that of plasma. It is different from plasma only by the absence of fibrinogen. That is, serum contains all the other constituents of plasma except fibrinogen. Serum equal to plasma minus fibrinogen. ഇത് നമുക്കൊരു പിന്നെ മാക്സ്വൽ ഇക്വേഷൻ പോലെ എഴുതുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ സിറമിനെ കുറിച്ച് പഠിക്കാൻ. പ്ലാസ്മ മൈനസ് ഫൈബ്രിനോജൻ. അത് നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ്. നമ്മുടെ പ്ലാസ്മ കഴിഞ്ഞു. പ്ലാസ്മ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് എലമെന്റ്സ്. എലമെന്റ്സിൽ നമ്മൾ പറഞ്ഞതാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ഇതൊക്കെ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ബോൺ മാരോയിലാണ്. ആ ബോൺ മാരോയിൽ ഉണ്ടാവുന്ന ഫോംഡ് എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് കംപ്ലീറ്റ് ഈ വീഡിയോയിൽ ഉണ്ടാവില്ല, ഒന്ന് പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. RBCന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി വീഡിയോ ആവും. അപ്പൊ RBC and most white blood cells and platelets are produced in the bone marrow. Is the soft fatty substance found in bone cavities. Bone marrow എന്ന് പറയുന്നത് സോഫ്റ്റി സബ്സ്റ്റൻസ് ആണ്. ബോൺ കാവിറ്റിയിൽ കാണപ്പെടുന്ന സോഫ്റ്റി ഫാറ്റി സബ്സ്റ്റൻസ് ആണ് ബോൺ മാരോ. The red
blood and white blood cells, and the platelets are the formed elements of blood. First one RBC. RBC ന്റെ പിന്നെ സയന്റിഫിക് നെയിം എന്താ? എറിത്രോസൈറ്റ്സ് ആണ്. അതാണ് പിന്നെ എന്ത് WBCനും പ്ലേറ്റ്ലെറ്റിനേക്കാളും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്? RBC ആണ്. ഇത് റെഡ് കളറാണ്. റെഡ് കളർ ആവുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ പ്രസന്റ് ആണ്. അപ്പൊ ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ദിവസമാണ്. 120 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്രജൈൽ ആവും കേട്ടോ. അപ്പം red blood cells, also known as erythrocytes, are the most abundant blood cells in comparison to white blood cells. They are red in color due to the presence of hemoglobin, which is known as red characteristics pigment. Their lifespan in circulation is about 120 days. നോർമൽ ഷേപ്പ്, അതിൻ്റെ ഷേപ്പാണ് പറയുന്നത് കേട്ടോ. ഇത് എന്താണ്? RBC നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. എന്തിൽ? മാമൽസിൽ എല്ലാത്തിലും നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ക്യാമലിൽ മാത്രം അത് ന്യൂക്ലിയേറ്റഡ് ആണ്. അതുപോലെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബൈകോൺകേവ് ഡിസ്ക് ആണ്. ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് എല്ലാവിടെയും പഠിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് കോമണി അറിയാവുന്ന ഒരു പോയിന്റാണ് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ്. പക്ഷേ നമുക്ക് അറിയാത്തവരുണ്ട്, എന്തുകൊണ്ടാണ് ഈ ബൈകോൺകേവ് ഡിസ്കിന് ആ ഒരു ഷേപ്പ് നമ്മുടെ RBCക്ക് കിട്ടിയതെന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു നെറ്റ്വർക്ക് ഓഫ് പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീൻ്റെ പേരാണ് സ്പെക്ട്രിൻ. എന്താണ്? സ്പെക്ട്രിൻ. ഈ സ്പെക്ട്രിനെ കുറിച്ച് നന്നായി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നമുക്ക് അത് ചോദിക്കാനുള്ള സാധ്യത വളരെയുണ്ട്. സ്പെക്ട്രിൻ ഒന്ന് നന്നായി ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രോട്ടീൻ ഇതിലുള്ള പ്രോട്ടീൻസ് ഒക്കെ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലഡ് സെല്ലിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ. ബ്ലഡ് വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ചുരുങ്ങി എവിടെയൊക്കെയോ അങ്ങനെയൊക്കെ ഒടിഞ്ഞ് മടിഞ്ഞ് പിണഞ്ഞ് കിടക്കുന്ന ഒരു സാധനമാണ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഞാൻ ബൈകോൺകേവ് ഡിസ്കിൻ്റെ ഷേപ്പിൽ മാത്രമേ പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ, നടക്കണ കാര്യമല്ലല്ലോ. അപ്പോൾ എന്താണ്? ബ്ലഡ് സെൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡ് വെസലിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനും കൂടെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം RBCയുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്? ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്നാൽ യങ് ആയിരിക്കുന്ന യങ് ആയിട്ടുള്ള RBC കണ്ടെയ്ൻ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യും? യങ് RBCയിൽ ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷെ അതൊന്നും മെച്യൂർ ആവുന്ന സമയത്ത് എന്താവുന്നില്ല? ന്യൂക്ലിയസ് ആബ്സെന്റ് ആവും. അപ്പോൾ അതിൽ വേറെ എന്തും ഇല്ല. മെച്യൂർ ആവുന്ന സമയത്ത് വേറെ എന്തും ഇല്ല, നമുക്ക് ഒരു സെൽ ഓർഗനൽസും ഇല്ല. എന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്കി ഒരു സെൽ ഓർഗനൽസും എന്തിലില്ല? നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള RBCയിൽ ഇല്ല. അപ്പോൾ ഇതൊന്നും കൂടെ നോക്കാം. They are non-nucleated only in mammals, while in camel are nucleated. They are biconcave disc, which is maintained by a network of proteins called spectrin. The protein allows the red blood cells to change shape as they are transported through the blood vessel. The plasma membrane of a red blood cell is strong and flexible. Young red blood cells contain a nucleus. The nucleus is absent in a mature red blood cell and without any organelles such as mitochondria. ഇനി ഇതിൻ്റെ നോർമൽ വാല്യൂ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും ഒരു ഹെൽത്തി മാനെ സംബന്ധിച്ചിടത്തോളം 4 million to 5.5 million റെഡ് ബ്ലഡ് സെല്ലാണുള്ളത്. എന്തിൽ? ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡിൽ 4 million to 5.5 million റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. എന്നാൽ അതൊരു മെയിലാണ് കേട്ടോ. ഈ 5 million
ഉള്ളത് 5 മില്യൺ ഉള്ളത് മെയിലാണ്. കമ്പയർഡ് ടു ഫീമെയിൽ അത് ആകെ ഒരു 4.5 മില്യനെ ഉണ്ടാവുള്ളൂ. ഇനി ഇതാണ് നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഒരു നോർമൽ ഡിക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് പേര് പറയും? അതൊരു രോഗാവസ്ഥയാണ് അനീമിയ. ഇനി അതിൻ്റെ ഇൻക്രീസ് ഉണ്ടെങ്കിൽ പറയുന്നതാണ് പോളിസൈറ്റീമിയ. പോളിസൈറ്റീമിയനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ മറന്നു വരുന്നു, അതുകൊണ്ട് പിന്നീട് എഴുതി ചേർത്തതാണ്. ഇത് ഇതായിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതി ചേർത്തതാണ്. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്യുന്ന ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ പഠിക്കും, അതുകൊണ്ടാണ് മറന്നു പോയത് കേട്ടോ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്കത് പഠിക്കാം. Normal value, there are approximately 4 million to 5.5 million red blood cells in each cubic millimeter of blood. 5 million cubic ആണ് millimeter ഒരു ക്യൂബിക്കിൽ 5 million ആണ് in adult male and 4.5 million in adult female. Abnormal decrease in RBC count is called anemia. And abnormal increase in RBC count is called polycythemia. Functions എന്തൊക്കെയാണ് RBCന്റെ ഫങ്ഷൻസ്? ഇതൊക്കെ ഒരുപാട് പഠിച്ചതാണ് അല്ലേ? RBCന്റെ ഫങ്ഷൻസ് ഒരുപാടൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി ഗ്യാസിന്റെ ട്രാൻസ്പോർട്ട്. ഏതൊക്കെ? ഹീമോഗ്ലോബിൻ ആണ് RBCന്റെ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. മേജർ കോൺസ്റ്റുവന്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ് അല്ലേ? ഈ ഹീമോഗ്ലോബിൻ ആണ് റെസ്പിറേറ്ററി ഗ്യാസിന്റെ ട്രാൻസ്പോർട്ടിന് ഒരു വൈറ്റൽ റോള് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ തന്നെയാണ് എന്ത് പറയുന്നത്, ബഫറിംഗ് ആക്ഷൻ ഉണ്ടാക്കുന്നത്. ബഫറിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ റെഗുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആസിഡ് ബേസ് ബാലൻസ് ഉണ്ടാക്കാം. ഹൈഡ്രജന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ബഫറിംഗ് ആക്ഷൻ വേറെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹീമോഗ്ലോബിന്റെ ബഫറിംഗ് ആക്ഷനും. ഹൈഡ്രജൻ ഇത് വെച്ചിട്ട് റെഗുലേറ്റ് ചെയ്യുന്നു ആസിഡ് ബേസ് ബാലൻസ്. അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷനിൽ, അപ്പം ബ്ലഡ് ഗ്രൂപ്പിൽ ഡിറ്റർമിനേഷനിൽ എങ്ങനെയാണ് ഇത് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലെ ആൻറ്റിജൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് എന്ന് മനസ്സിലാക്കുന്നത്. അത് ഏതൊക്കെയാണ്? ആൻറ്റിജൻ എ, ആൻറ്റിജൻ ബി, പിന്നെ അതുപോലെ RH ഫാക്ടർ. ഇതൊക്കെയാണ് എന്ത് അടങ്ങിയിരിക്കുന്നത് എവിടെയാ? RBCയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷനിൽ ഒരു വലിയ റോളുള്ളത് ആരൊക്കെയാണ്? RBCക്കാണ്. They are playing a vital role in transport of respiratory gases, the oxygen and carbon dioxide, due to the presence of hemoglobin as a major constituent of red blood cell. Buffering action in blood, hemoglobin functions as a good buffer. By this action, it regulates the hydrogen ion concentration and thereby plays a role in the maintenance of acid-base balance. In blood group determination, RBCs carry the blood group antigens like A antigen, B antigen, and RH factor. This help in determination of blood group and enables to prevent reaction due to incompatible blood transfusion. നോർമൽ സ്ട്രക്ചർ ആണ്. നോർമൽ സ്ട്രക്ചർ അതിന് എന്തില്ല, ശരിക്കും സ്ട്രക്ചർ ഷേപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ബൈകോൺകേവ് ഷേപ്പ് പറഞ്ഞു. ഇനി അടുത്തത് അതിൻ്റെ റെഡ് ബ്ലഡ് സെല്ലിൽ മൈറ്റോകോൺട്രിയോ അല്ലെങ്കിൽ വേറെ ഒരു അതുപോലെയുള്ള ഓർഗനൽസ്, ഗോൾഗി അപ്പാരറ്റസ് അങ്ങനെയുള്ള ഓർഗനൽസ് ഒന്നും RBCയിലില്ല. പക്ഷേ ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു പവർ ഹൗസ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത് അല്ലേ? പവർ ഹൗസ് ഓഫ് സെല്ലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പവർ ഹൗസ് നമ്മൾ പറയുന്നത്. അപ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ മൈറ്റോകോൺട്രിയ ഇല്ലെങ്കിൽ RBCക്ക് എവിടുന്നാ അതിന് എനർജി കിട്ടുന്നത്? അത് കിട്ടുന്നത് ഗ്ലൈക്കോലിറ്റിക് പ്രോസസ്സിലൂടെയാണ്. ഗ്ലൈക്കോലിറ്റിക് പ്രോസസ്സിലൂടെയാണ് RBC എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ RBC യൂട്ടിലൈസ് ചെയ്യുന്നത് അനൈറോബിക് റെസ്പിറേഷനിലാണ്. അതിലൂടെ ATP പ്രൊഡ്യൂസ് ചെയ്യും. ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും RBC.
പക്ഷെ അവര് RBC ആണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജനൊക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഓക്സിജനൊക്കെ ക്യാരി ചെയ്യാൻ, ട്രാൻസ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓക്സിജൻ ഒരിക്കലും എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് RBC യൂസ് ചെയ്യുന്നില്ല. ഓക്സിജൻ മറ്റുള്ളവർക്കൊക്കെ കൊണ്ടു കൊടുക്കുമെങ്കിലും എനിക്കും അത് വേണ്ട എന്ന് പറയുന്നതാണ് RBCന്റെ സ്വഭാവം കേട്ടോ. അപ്പോൾ red blood cells lack mitochondria and other organelles like Golgi apparatus. Due to the absence of mitochondria, the energy produces from glycolytic process. RBC utilizes anaerobic respiration to produce energy and do not use any of the oxygen they are transporting. Physiological factors influencing RBC number. RBC നമ്പറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫിസിയോളജിക്കൽ ഫാക്ടർ. RBC കൗണ്ട് എന്നിവിടെയാണ് ബർത്തിന്റെ ടൈമിൽ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് RBCന്റെ കൗണ്ടിൽ എന്തുണ്ട്, 8 മുതൽ 10 മില്യൺ വരെ ഉണ്ടാവും. ഒരു ക്യൂബിക് മില്ലിമീറ്റർ ഇതില് 8 മുതൽ 10 മില്യൺ വരെ RBC കൗണ്ട് ഉണ്ടാവും. ഇനി എന്നാൽ അതുപോലെ കൗണ്ട് ഈസ് ഹൈ ഇൻ ചിൽഡ്രൻ, അത് അഡൽട്ടിനേക്കാളും കൂടുതൽ. അതുകൊണ്ട് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, 5 മില്യണേ നമുക്ക് ഒരു മെയിലിനുള്ളൂ. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 8 to 10 ഉണ്ടെങ്കിൽ അത് അഡൽട്ടിനേക്കാളും ഒരുപാട് കൂടുതലാണ് RBC കൗണ്ട് കുട്ടികളിൽ. പിന്നെ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോവുകയാണ്, പിന്നെ വാം ടെമ്പറേച്ചർ, പിന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, എക്സൈറ്റ്മെന്റ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ടപ്പ് എന്നടിക്കും. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ നന്നായി വേർക്കൊക്കെ, നമ്മൾ ഒരുപാട് ഓടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കിതയ്ക്കും അല്ലേ. അങ്ങനെയുള്ള സമയത്ത് പിന്നെ അങ്ങനെയൊക്കെ സമയത്തൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ RBC കൗണ്ട് വളരെയധികം കൂടും. പിന്നെ ശരിക്കും മാനെ സംബന്ധിച്ചിടത്തോളം ഫീമെയിലിന് ഒരു ലോ ആണ് RBC കൗണ്ട്. പക്ഷേ പ്രഗ്നൻസി സമയത്ത് ആ 4.5 നിന്നും അതിനേക്കാളും കുറയുന്നുണ്ട് വുമന്റെ RBC കൗണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ RBC കൗണ്ട് കൂടും എന്ന് പറഞ്ഞതുപോലെ തന്നെ ലോ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ RBC കൗണ്ട് കുറയുകയും ചെയ്യും. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പറഞ്ഞു അല്ലേ, 120 ദിവസമാണ് ഒരു RBCന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈഫ് സ്പാൻ എന്ന് പറയുന്ന സമയം എന്ന് വെച്ചാൽ 120 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ മനുഷ്യന്മാർക്ക് 100 വയസ്സാകുന്നത് പോലെ RBCക്ക് വയസ്സാവും. വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രജൈൽ ആവുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ചെയ്യും, ഓൾഡർ സെൽസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യും, സ്ക്വീസ് ചെയ്യും, എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും. ട്രൈങ് ടു സ്ക്വീസ് ത്രൂ ക്യാപ്പിലറീസിലൂടെ സ്ക്വീസ് ചെയ്യാനൊക്കെ ശ്രമിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, യങ് RBCs പാസ് ത്രൂ ദ ക്യാപ്പിലറീസ് ഈസി ആയിട്ട് ഇതാക്കാൻ പോകും. അപ്പോൾ എന്താ പറയുക, ഈ ക്യാപ്പിലറീസിൽ ഉണ്ടാവുന്ന ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നത് സ്പ്ലീനിലാണ് കേട്ടോ. സ്പ്ലീനിലാണ് എന്ത് നടക്കുന്നത്, മരണം സംഭവിക്കുന്നത്, RBCന്റെ മരണം സംഭവിക്കുന്നത് സ്പ്ലീനിലാണ് കേട്ടോ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലീനിന്റെ ഡയമീറ്റർ ആണ്. അത് ഡയമീറ്റർ വളരെ ചെറുതാണ്. അപ്പോൾ വളരെ ചെറുതായ ഈ ക്യാപ്പിലറീസിലൂടെ ഈ നമ്മുടെ വയസ്സായ RBC, ഫ്രജൈലായ RBC പോകുമ്പോൾ അതെന്ത് ചെയ്യും, പൊട്ടും അല്ലേ, അത് നഷ്ടപ്പെട്ടു പോകും, അത് നശിച്ചു പോകും. അപ്പം അതുകൊണ്ട് തന്നെ സ്പ്ലീനിനെ പറയുന്നതാണ് RBCന്റെ ശവപ്പറമ്പ്, ഗ്രേവ്യാർഡ് ഓഫ് RBC. When the cells become older, the cell membrane becomes more fragile. Younger RBCs can pass through the capillaries easily. Because of the fragile nature, the older cells are destroyed while trying to squeeze through the capillaries. The destruction occurs mainly in the capillaries of blood pulp of spleen because the diameter of splenic capillaries is very small. So, the spleen is called graveyard of RBC.
അപ്പോൾ ആർ ബി സിൻ്റെത് കഴിഞ്ഞിട്ടില്ല മക്കളെ, ഒരുപാട് ഇനിയുണ്ട്. ആർ ബി സിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആർ ബി സിൻ്റെ കൗണ്ട് കൂടുമ്പോഴുള്ള പോളിസൈത്തീമിയയെ കുറിച്ചും പിന്നെ എറിത്രോപോയോസിസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും കൂടി ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഈ വീഡിയോ കണ്ടമാനം ലോങ് ആവും. അപ്പം അതുണ്ടായാൽ എല്ലാവർക്കും ഒന്നും കൂടെ ബോറടിക്കും. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ ഇതാക്കാം. ഇത്രയും ലെങ്തി വീഡിയോ ആയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേറെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ക്ലാസ്സുകളിലല്ല ഞാൻ പറയുന്നത്, നമ്മുടെ യൂട്യൂബിലൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. 1-2 തവണ കണ്ടിട്ട് ഇത് നമ്മുടെ ഒന്ന് നന്നായി ബൈഹാർട്ട് ചെയ്യണം. കാരണം ഇത് 13 മാർക്കിൻ്റെ ജീവൻ മരണ പോരാട്ടമാണ് അല്ലേ. നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന എക്സാം ആയിട്ട് മാറാൻ ചിലപ്പം. കാരണം ഇതിന് പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞ 2 ഘട്ടമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് കിട്ടുവാണെങ്കിൽ ഒരു എക്സാമിലൂടെ തന്നെ നമ്മളെ പരിപാടിയും കഴിയും അല്ലേ. അപ്പം 10-70 മാർക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം അതുകൊണ്ട് ശ്രമിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.